Hello friends, Evotech മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എൽജിക്കാരന്മാരുടെ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ആരും ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് എൽ ജി. അവരുടെ ഇന്നോവേഷന്റെ ഭാഗമായിട്ട് പുതുതായി വന്ന പുള്ളിക്കാരൻ നമ്മുടെ എൽ ജി വിങ് എന്ന് പറഞ്ഞ ഡിവൈസ്. ആ ഡിവൈസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ആ ഡിവൈസിന്റെ സ്പെസിഫിക്കേഷൻ, അങ്ങനെ വളരെ ഷോർട്ടായിട്ട് ക്വിക്കായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. എന്റെ പേര് ആദർശ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രീനെ ഇപ്പോൾ മുഴുവനായിട്ട് മാറി ഫോൾഡബിൾ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഡ്യുവൽ ഡിസ്പ്ലേ ഒക്കെ വരുന്ന മൊബൈൽ ഫോൺ, അതായത് സൈസ് ഇങ്ങനെ മാക്സിമം ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എൽ ജിയുടെ ചുവട് വയ്ക്കേണ്ടേ, അങ്ങനെ അവർ കണ്ടെത്തിയ പുതിയൊരു മാർഗമാണ്, അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ഡിവൈസാണ് നമ്മുടെ എൽ ജിയുടെ വിങ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ ഡിവൈസിന് പ്രത്യേകം എന്താണെന്ന് നോക്കാം. സാധാരണ നമുക്ക് കാണാൻ പറ്റുന്ന ഡിവൈസ് ഫോൾഡബിൾ ഡിസ്പ്ലേ, അതായത് നമ്മുടെ സാംസങ് ഗാലക്സി ഫോൾഡ് ഒക്കെ വരുന്ന സംഗതികൾ, അത് മടക്കാൻ നോക്കാൻ പറ്റുന്ന ഡിസ്പ്ലേ. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ വലുതാവും. ഇതിന് വരുന്ന പ്രത്യേകം എന്ന് പറയുന്നത് സ്വിഗ്ലിംഗ് മോഡാണ്. അതായത് നേരെ കാണുമ്പോഴത്തേക്കും വളരെ നോർമലായിട്ടുള്ള 6.8 ഇഞ്ച് വരുന്ന അത്യാവശ്യം വലുപ്പമുള്ള ഡിസ്പ്ലേയുടെ മൊബൈൽ. എന്നാൽ ഇതിനെ ജസ്റ്റ് നമ്മൾ ഫോഴ്സ് കൊടുത്ത് ഒന്ന് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇടത്തോട്ട് നമ്മൾ ബലം കൊടുക്കുകയാണെങ്കിൽ ആ ഡിസ്പ്ലേ രണ്ടായിട്ട് മാറും. നമ്മൾ നേരത്തെ പറഞ്ഞ 6.8 ഇഞ്ച് ഡിസ്പ്ലേ ലാൻഡ്സ്കേപ്പ് മോഡ് ആവുകയും ചെയ്യും. താഴെ നമുക്കൊരു കുഞ്ഞ് 3.8 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ കിട്ടുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം വരും, ഇതിന്റെ ആവശ്യം എന്താണെന്ന്. എന്നാൽ മൾട്ടി ടാസ്കിങ് എന്താണെന്ന് അറിയാൻ നമ്മുടെ വ്യക്തി ഒരു കാരണം വെച്ചാലും ഇതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കത്തില്ല. സാധാരണ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും പ്രത്യേകതയാണ് മൾട്ടി ടാസ്കിങ്. അതായത് മേളിൽ ഒരു ആപ്ലിക്കേഷൻ എടുക്കുക, താഴെ ഒരു ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ രണ്ട് സ്ക്രീൻ രണ്ട് ആപ്ലിക്കേഷൻ എടുക്കുക. അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിന്റെ ഭാഗമായിട്ട് മാറിയ സംഗതിയാണ്. നമ്മൾ എൽ ജിയുടെ വിങ് എന്ന് പറഞ്ഞ ഈ ഡിവൈസ് അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരികയാണ്. അത് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത് ചിന്തിക്കാനുള്ള നമ്മൾ തന്നെയാണ്. കാരണം ഏത് ഓറിയന്റേഷൻ ആയിരുന്നാലും ഏത് രീതിയിലും പല 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 രീതികളിൽ നമുക്കതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം ഇതൊന്നല്ല. ഈ ഒരു എന്തൊക്കെ ടെക്നോളജി വന്നിരുന്നാലും അതിന് ലിമിറ്റേഷൻ ഉണ്ടാകുന്ന ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. കാരണം സാധാരണ ഒരു ഓറിയന്റേഷനിൽ വർക്കാനുള്ള സോഫ്റ്റ്വെയർ ഈ മൾട്ടി ടാസ്കിങ് വിൻഡോസോ അല്ലെങ്കിൽ രണ്ട് സ്ക്രീനൊക്കെ ഒരുമിച്ച് ഉപയോഗിക്കുന്ന സിറ്റുവേഷന് ആൻഡ്രോയിഡ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഡെയിലി പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള കാര്യം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആൻഡ്രോയിഡ് സൈഡും. എൽ ജി വിങ്ങിനായി നോക്കിയിരുന്നാലും അത്യാവശ്യം കുറേ മാറ്റങ്ങളൊക്കെ എൽ ജി വിങ്ങിൽ വരുത്തി നല്ല കിടിലം ഫീച്ചേഴ്സ് നമുക്ക് നൽകുന്നുണ്ട്. വളരെ എക്സാമ്പിളായിട്ട് പറയാം, നമ്മൾ വെറുതെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാണ്, യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ സ്വിഗിൾ മോഡ് എടുത്ത് ലാൻഡ്സ്കേപ്പിൽ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തൊട്ട് താഴെ തന്നെ വോളിയം കൺട്രോൾ, ബ്രൈറ്റ്നസിൻ്റെ കൺട്രോൾ, നെക്സ്റ്റ് അടിക്കാനുള്ള ബട്ടൺ, അങ്ങനെ പല ലേഔട്ടും ഒരേ സമയത്ത് തന്നെ കാണാൻ സാധിക്കും. ഇനി വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഡിവൈസിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എൽ ജി ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. A+Aയും A+Bയും. A+A എന്ന് പറയുന്നത് ഒരേ ആപ്ലിക്കേഷനിൽ തന്നെ രണ്ട് ഭാഗങ്ങൾ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ മാപ്പിൻ്റെ കാര്യം ഗെയിം പ്ലേയുടെ കാര്യം, അത് രണ്ട് ഭാഗങ്ങൾ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാര്യം A+B, അത് രണ്ട് ഡിഫറെന്റ് ആപ്ലിക്കേഷൻ, വാട്സാപ്പ് ഒരു സ്ക്രീനിൽ, ഫേസ്ബുക്ക് ഒരു സ്ക്രീനിൽ, അങ്ങനെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻ രണ്ട് സ്ക്രീനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം. മൾട്ടി ടാസ്കിങ് എന്താണെന്ന് അറിയാത്ത വ്യക്തിയായിരുന്നാൽ പോലും, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത വ്യക്തിയായിരുന്നാൽ പോലും കൊതി തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ എൽ ജിയുടെ വിങ്ങിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. പേഴ്സണലി എനിക്ക് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള, അതായത് മൾട്ടി ഡിസ്പ്ലേ വരുന്ന ഡിവൈസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിവൈസ് എൽ ജിയുടെ വിങ് തന്നെയാണ്. മേടിച്ചാൽ കൊള്ളാമെന്ന് വളരെ ആഗ്രഹമുണ്ട്. നമ്മുടെ ഈ പുള്ളിക്കാരൻ പെർഫോമൻസ് ബീസ്റ്റ് ഒന്നുമല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്നാപ്ഡ്രാഗണിന്റെ 765Gയുടെ പ്രോസറാണ് വരുന്നത്. 4000 mAh ബാറ്ററി ഉണ്ട്. പിൻവശത്തായിട്ട് 64 MB മെയിൻ ക്യാമറ, 13 MB അൾട്രാ വൈഡ്, വേറൊരു 12 MB അൾട്രാ വൈഡ് നമുക്ക് കിട്ടുന്നുണ്ട്. മുൻവശത്തായിട്ട് നമുക്ക് കാണുമ്പോഴത്തേക്കും വേറെ ക്യാമറയും വേറെ സംഭവങ്ങളും കാണുന്നില്ല. കാരണം മെയിൻ ആയിട്ട് റീസൺ എന്ന് പറയുന്നത് അതിന്റെ പോപ്പപ്പ് ക്യാമറയാണ്. ഫ്രണ്ടിൽ വേറെ പ്രത്യേകിച്ച് സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെയാണ് 32 MB പോപ്പപ്പ് ക്യാമറ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിശയമായിട്ട് തോന്നിയ മറ്റൊരു കാര്യം കൂടി പുള്ളിക്കാരനുണ്ട്, IP54 വാട്ടർ റേറ്റിംഗ്. അതായത് ഇത്രയും മൂവിംഗ് പാർട്സ് ഒക്കെ വെച്ചിട്ട് IP54 വാട്ടർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൊള്ളാം. അതായത് അത്യാവശ്യം സ്പ്ലാഷ് പ്രൂഫ് ഒക്കെ ഉള്ള ഒരു ഡിവൈസാണ് നമ്മുടെ എൽ ജിയുടെ വിങ്. ഈ ഒരു ഡിവൈസ് മേടിക്കണം വേണ്ടെന്നുള്ള അവസാന തീരുമാനം നമുക്ക് ഉണ്ടാകുന്ന മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്രൈസിംഗ് ആണ്. നമുക്ക് എൽ ജിയുടെ എല്ലാ ഡിവൈസിനെ നോക്കിയാൽ മനസ്സിലാവും ഇത്തിരി പ്രൈസ് കൂടുതലാണ് എല്ലാ ആൾക്കാരും. നമ്മുടെ ലാസ്റ്റ് ആയിട്ട് എൽ ജിയുടെ ഏറ്റവും ഹിറ്റായിട്ട് മാറിയ ഡിവൈസ് തുടങ്ങാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഓഫർ സെയിലിന് 19,000 രൂപയ്ക്ക് ഉണ്ടായിരുന്ന എൽ ജിയുടെ G8X. വളരെ വമ്പൻ ഡീല് തന്നെയായിരുന്നു. ലക്ഷക്കണക്കിന് ഡിവൈസാണ് സെയിൽ നടത്തി പോയത്. എൽ ജിക്ക് ഇതുവരെ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ലാഭത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടായത് ഈ ഒരു ഫ്ലിപ്കാർട്ടിന്റെ ഓഫർ സെയിലാണെന്നുള്ള കാര്യം റിപ്പോർട്ട് പുറത്തുവരികയുണ്ടായി. അതായത് ഡ്യുവൽ സ്ക്രീനുള്ള ആമോലെഡ് ഡിസ്പ്ലേ വെച്ച് സ്നാപ്ഡ്രാഗൺ 855 വരുന്ന ഒരു ഡിവൈസിന് എൽ ജിക്ക് റെക്കോർഡ് സെയിൽസിൽ ലാഭം ഉണ്ടായെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആലോചിച്ച് പോകണം ബാക്കിയുള്ള ഡിവൈസിനൊക്കെ എന്തുമാത്രം ലാഭമാണ് ഈ മൊബൈൽ മാനുഫാക്ചേഴ്സിന് കിട്ടുന്നതെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ ലോഞ്ച് ചെയ്ത എൽ ജിയുടെ വിങ് എന്ന് പറഞ്ഞ ഡിവൈസിന് ഡ്യുവൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ ഒരു ഡിസ്പ്ലേ എന്തുമാത്രം ചെറുതാനുള്ള കാര്യം നിങ്ങൾ മറക്കേക്കരുത്. ഹൈ റിഫ്രഷ് റേറ്റിൽ, അതായത് 60 ഹെർട്സിനാണ് ഡിസ്പ്ലേ വരുന്നത്. നോർമൽ ഡിസ്പ്ലേ തന്നെയാണ്. കൂടാതെ ഹൈ എൻഡ് പ്രോസസർ ഒന്നുമല്ല, സ്നാപ്ഡ്രാഗൺ 765G ആണ്. എന്നാൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തുള്ള പ്രൈസ് $1000. അതായത് ചുരുക്കി പറയാൻ 70,000 രൂപ ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ കറന്റ് ഡിവൈസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ വരുമ്പോൾ എന്തായാലും പ്രൈസ് നല്ല കുറവായിരിക്കാം. എന്തായാലും 35,000 രൂപ താഴോട്ട് നമുക്ക് ഈ ഡിവൈസ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. എന്നാൽ മാനം മര്യാദയ്ക്ക് എൽ ജി ഇന്ത്യൻ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു 28,000 രൂപ, ഒരു 35,000 രൂപ ആ ഒരു റേഞ്ചിൽ ഈ ഡിവൈസ് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും വൻ മാരകമായിട്ടുള്ള ഡിവൈസിൽ ഒരെണ്ണം തന്നെയാക്കി നമ്മുടെ എൽ ജിയുടെ വിങ്. കാരണം നമുക്ക് മറ്റൊരു പുതുമ എന്ന് പറഞ്ഞൊരു എക്സ്പീരിയൻസ് നൽകുന്ന ഡിവൈസ് ആയതുകൊണ്ട് വളരെ നല്ലൊരു ഡിവൈസ് തന്നെയാണ് എൽ ജിയുടെ വിങ്. ഈ വരുന്ന ഒക്ടോബർ 28-ാം തീയതിയാണ് എൽ ജി വിങ്ങിന്റെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് അന്ന് കൃത്യമായിട്ട് ഇതിന്റെ
ഡീറ്റെയിൽസ് പ്രൈസിങ്ങിന്റെ കാര്യം എല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവോടെക് ന്യൂസിൽ ആ കാര്യങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത്. ഇന്നത്തെ വീഡിയോ നമുക്ക് ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു. വളരെ ക്വിക്കായിട്ട് എല്ലാ കാര്യങ്ങളും സ്പെസിഫിക്കേഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന വിശ്വസിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എൻ്റെ പേര് ആദർശ്. താങ്ക്സ് ഫോർ വാച്ചിങ്.